Astro Guru, where the wisdom of the cosmos lights your path. നമസ്കാരം. ഈ 2026 ഓഗസ്റ്റ് 10 മുതൽ അത്തം നക്ഷത്രക്കാർക്ക് അസുലഭമായിട്ടുള്ള പല സാഹചര്യമാണ് ജീവിതത്തിൽ വരാൻ പോകുന്നത്. പ്രത്യേകിച്ച് ഓഗസ്റ്റ് 10 മുതൽ ഓഗസ്റ്റ് 24 വരെ വളരെ അസുലഭമായിട്ടുള്ള ചില നിമിഷങ്ങളാണ് ഈ അത്തം നക്ഷത്രക്കാർക്ക് വരാനുള്ളത്. അതായത് 24 ഓഗസ്റ്റ് 7:58 PM വരെ ഈ ഒരു അസുലഭമായിട്ടുള്ള നിമിഷങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത. പ്രത്യേകിച്ച് ഈ ശുക്രന് ഈ പറയുന്ന അത്തം നക്ഷത്രത്തിൻ്റെ മുകളിൽ കൂടെ പാസ് ചെയ്യുന്ന സമയമാണ് ഈ ഒരു നിമിഷം, ഓഗസ്റ്റ് 10 മുതൽ ഓഗസ്റ്റ് 24 വരെ. അപ്പം നിങ്ങൾക്ക് പല രീതിയിലുള്ള ധനാഗമന മാർഗങ്ങളെ അല്ലെന്ന് ഈ പറയുന്ന പല രീതിയിലുള്ള ഉയർച്ച, അപ്രതീക്ഷിതമായിട്ടുള്ള പല പ്രതീക്ഷിക്കാത്ത പല ധനവരവുകളും കാര്യങ്ങളും വരാനുള്ള സാധ്യതയാണ് ഇവിടെ എടുത്തു പറയേണ്ടത്. തന്നെ വീട് മോടി പിടിപ്പിക്കാനുള്ള സാഹചര്യങ്ങൾ, അല്ലെ വണ്ടി മോടി പിടിപ്പിക്കാൻ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളാണ് ഈ ഒരു രാശിക്കാരെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ. പുതിയ വിവാഹാലോചനകൾ വരാനുള്ള സാഹചര്യങ്ങൾ, ഹസ്ബൻഡും വൈഫും ഒക്കെ നല്ല ഊഷ്മളമായിട്ടുള്ള നിമിഷങ്ങൾ പങ്കുവെക്കാൻ, നല്ല സന്തോഷത്തോടു കൂടി ഹസ്ബൻഡും വൈഫും ഒക്കെ കഴിയാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ, പുതിയ വിവാഹാലോചനകൾ വരാനും പുതിയ കല്യാണം നടക്കാനും വീട്ടിൽ മംഗളാധിക കർമ്മങ്ങൾ നടക്കാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ, അതുപോലെ ഫുൾഫിൽമെൻറ്റ് ഓഫ് ദ ഡ്രീംസ്, വളരെ കാലമായിട്ട് നടക്കത്തില്ല എന്ന് അല്ലെന്ന് ഒരു മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ചില സാഹചര്യങ്ങൾ, ചില കാര്യങ്ങൾ നടക്കാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ. അങ്ങനെ ഈ ഒരു രാശിക്കാരെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അത്ര മോശമല്ലാത്തതായിട്ടുള്ള പല രീതിയിലുള്ള, അതുപോലെ നഷ്ടപ്പെട്ട ആത്മവിശ്വാസം തിരിച്ചെടുക്കാൻ, പ്രസംഗിക്കാനൊക്കെ ഉള്ള കഴിവൊക്കെ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു ഡിപ്രഷൻ മാതിരിയുള്ള സ്റ്റേജിലൊക്കെ ഇരുന്നുള്ള ആൾക്കാർക്കുള്ള ആ ഒരു ആത്മവീര്യം തിരിച്ച് വരാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ, നല്ല അംബിഷ്യസ് ആയിട്ടിരിക്കാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ, എന്തും ആരോടും വെട്ടിത്തുറന്ന് പറയാനുള്ള ഒരു മാനസികാവസ്ഥ കൈവരിക്കാനൊക്കെ ഉള്ള ഒരു സാഹചര്യമാണ് ഈ ഒരു രാശിക്കാരെ പറ്റി പറഞ്ഞു കഴിഞ്ഞു. അപ്പം ജീവിതത്തിലെ അൺഎക്സ്പെക്റ്റഡ് പല രീതിയിലുള്ള ധനാഗമനം വരാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ, സഡൻ ഫൈനാൻഷ്യൽ ഗെയിന്, പുതിയ ഇൻകം ഓപ്പർച്യൂണിറ്റി വരാൻ, അല്ലെ എക്സ്പെൻസ് കൺട്രോൾ ആകാൻ, പ്രത്യേകിച്ച് മീഡിയ റിലേറ്റഡ് ആയിട്ടൊക്കെ ഉള്ള ആൾക്കാർ, ക്രിയേറ്റിവിറ്റി ഉള്ള ആൾക്കാർക്ക്, അല്ലെങ്കിൽ ഒരു ഫിലിം ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്ക് വളരെ നല്ലതായിരിക്കും. നല്ല ലക്ഷറീസ് ആയിട്ടുള്ള സിറ്റുവേഷൻ, അല്ലെങ്കിൽ നല്ല പ്രണയബന്ധങ്ങൾ ഉണ്ടാകാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ, അല്ലെന്നൊരു ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്തുള്ള പല രീതിയിലുള്ള ധനാഗമനം വരാൻ, സഡൻ ഫൈനാൻഷ്യൽ ഗെയിൻ, ആരെങ്കിലുമൊക്കെ കൊണ്ട് പൈസ തരാനുള്ള സാഹചര്യങ്ങൾ, നല്ല പ്രണയബന്ധങ്ങളിൽ ഏർപ്പെടാനും നല്ല പ്രണയ സല്ലാപങ്ങൾ നടത്താനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ, നല്ല ലക്ഷറീസ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടാകാൻ, നല്ല റൊമാൻറ്റിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാകാൻ, നല്ല ഫൈനാൻഷ്യൽ ഗെയിന്, നല്ല ഒരു ഇൻകം ഓപ്പർച്യൂണിറ്റി ഉണ്ടാകാൻ, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പല രീതിയിലുള്ളൂ. അതെന്ന് പറഞ്ഞാൽ വേണമെന്നൊരു രാജയോഗം എന്ന് പറയും. കാരണം വളരെ നാളുകളായിട്ട് ഈ ഒരു രാശിക്കാരെ അനുഭവിച്ചിരുന്ന പല പ്രശ്നങ്ങൾക്കും ഒരു പരിധിവരെ പരിഹാരം, പ്രത്യേകിച്ച് കൈനിറച്ച് പൈസ കിട്ടാനൊക്കെ ഉള്ളൊരു സാഹചര്യങ്ങൾ. കാരണം പറഞ്ഞാൽ ശുക്രൻ ഈ പറയുന്ന നിങ്ങളുടെ നാളിൻ്റെ മേളിൽ കൂടെ ശുക്രൻ പാസ് ചെയ്യുക, ഇവർ ശുക്രൻ പാസ് ചെയ്യുകയാണ്. അപ്പം ശുക്രൻ്റെ റേഡിയേഷനിൽപ്പെട്ട ബാർ ആൻഡ് ഡാൻസ്, ഗേൾസ്, വാട്ടവർ, ഈ ഒരു ശുക്രൻ്റെ ആയിട്ടുള്ള റേഡിയേഷനിൽപ്പെട്ട ആഡംബരവും നല്ല സമ്മാനാദികൾ ലഭിക്കാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ റിലേറ്റീവ്സ് ആയിരിക്കാം, അവർ വന്ന് നിങ്ങൾക്ക് കമ്പനി വിടാം, അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും പൈസയുടെ ഷോർട്ടേജ് ഉണ്ടെന്ന് അത് പരിഹരിക്കപ്പെടാം. അങ്ങനെ പല രീതിയിലൊക്കെ ഉള്ള അനുഭവങ്ങളാണ് ഈ ഒരു രാശിക്കാർക്ക് പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത്. അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. ലൈക്ക് എന്നടിച്ച് കഴിയുമ്പോൾ ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ വരും. ആ ഹൈപ്പ് ഒന്ന് ക്ലിക്ക് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിന് അതൊരു എൻകറേജ്മെൻ്റ് ആണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാനോ അല്ലെങ്കിൽ കൺസൾട്ടേഷൻ റിലേറ്റഡ് ആയിട്ടോ എന്തെങ്കിലും ഉണ്ടെന്ന് ഇതിൽ കോൺടാക്ട് ചെയ്യാനും വിളിക്കണ്ട. പ്രത്യേകിച്ച് 3, 6, 10, 11 അങ്ങനെയൊക്കെ ഉള്ള പൊസിഷൻ രാഹു ഉള്ള ആൾക്കാർക്കൊക്കെ ആണെന്ന് വരില്ല. ഈ രാഹുവും വ്യാഴമായിട്ടൊക്കെ കണക്ട് ചെയ്തിരിക്കുന്ന ആൾക്കാർക്കാണെന്ന് വരിക 100% ലോട്ടറി വരെ അടിക്കാനൊക്കെ ഉള്ള സാഹചര്യങ്ങളാണ് ഈ ഒരു രാശിക്കാരെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ. ഈ 10 ദിവസം വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. ജീവിതത്തിൽ പല രീതിയിലുള്ള ജീവിതത്തിൽ നിലയിൽ നിന്നായിട്ട് സാമ്പത്തികമായിട്ടോ പ്രശ്നങ്ങൾ മാറാനോ, ഇങ്ങനെ പല രീതിയിലുള്ള തടസ്സങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് മാറി പൈസ ധനാഗമനം വരാനോ, എല്ലാം കടം കൊടുത്ത പൈസ തിരിച്ചു കിട്ടാനോ, അങ്ങനെ പല രീതിയിലുള്ള അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ്. അതുപോലെ നിങ്ങളുടെ വ്യാഴവും മെർക്കുറിയും കൂടെ കണക്ട് ചെയ്തിരിക്കുന്ന ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു അവസരത്തിൽ കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി വാങ്ങിക്കാനുള്ള യോഗമുണ്ട്. പ്രത്യേകിച്ച് രാഹുവും മെർക്കുറിയും യൂപ്പിറ്ററും
കണക്റ്റാണെന്ന് വരി 100% കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി വരെ വാങ്ങിക്കാനുള്ള യോഗമുണ്ട്. അതേമാതിരി നിങ്ങളുടെ ബർത്തിയാട്ടിലെ വ്യാഴവും കുജനും, അതായത് ചൊവ്വായും വ്യാഴവും കൂടെ കണക്ട് ചെയ്തിരിക്കുന്ന ആൾക്കാർക്കാണെന്ന് വരി ഈ ഒരു സമയത്ത് ലാൻഡർ പ്രോപ്പർട്ടി വാങ്ങിക്കാനുള്ള സാഹചര്യങ്ങൾ, പ്രത്യേകിച്ച് 3, 6, 10 അങ്ങനെയൊക്കെ ഉള്ള നല്ല രാഹുവൊക്കെ കണക്ട് ചെയ്തിരിക്കുന്നതാണെന്ന് വരിൽ 100% ലോട്ടറി അടിക്കാനൊക്കെ ഉള്ള സാഹചര്യങ്ങളുണ്ട്. അതുപോലെ നിങ്ങളുടെ ബർത്തിയാട്ടിലെ ജൂപ്പിറ്റർ വീനസ്, അതായത് ഗുരുവും വീനസും കൂടെ കണക്ട് ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് ഒന്ന് വീട് വാങ്ങിക്കാനുള്ള യോഗം, അതുപോലെ ലോട്ടറി അടിക്കാനുള്ള, പ്രത്യേകിച്ച് 3, 6, 10, 11 അങ്ങനെയൊക്കെ ഉള്ള രാഹുവൊക്കെ കണക്ട് ചെയ്തിരിക്കുന്ന ആൾക്കാർക്കാണെന്ന് വരിയിൽ ലോട്ടറി വരെ അടിക്കാനുള്ള സാഹചര്യങ്ങൾ. അങ്ങനെ പല രീതിയിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പല നല്ല സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങൾ, സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങളൊക്കെയാണ് ഈ ഒരു രാശിക്കാരെ ഇപ്പോൾ കാത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ശുക്രൻ്റെ മേളിൽ കൂടെ പാസ് ചെയ്യുന്ന, അതായത് നിങ്ങളുടെ നാളിൻ്റെ മേളിൽ കൂടെ ശുക്രൻ പാസ് ചെയ്യുന്ന സമയമാണ്. അപ്പോൾ ഈ പാസ് ചെയ്യുന്ന ഈ ഒരു 10 ദിവസത്തേക്കാൾ നിങ്ങൾക്ക് വളരെ നല്ലതായിട്ടുള്ള അനുഭവങ്ങളുണ്ടാകും.